നമസ്കാരം സാർ. നമസ്കാരം. ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി ബംഗ്ലാദേശ് മുറവിളി കൂട്ടുകയാണ്. ഇന്ത്യ ഇത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? ഇന്ത്യ വിട്ടുകൊടുക്കുമോ? വിട്ടുകൊടുത്താൽ ഇന്ത്യയെ അത് എങ്ങനെ ബാധിക്കും? അഥവാ വിട്ടുകൊടുത്തില്ലെങ്കിൽ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചാണ്. ബംഗ്ലാദേശിൻ്റെ ചീഫ് പ്രോസിക്യൂട്ടറാണ് മുഹമ്മദ് താജുൽ ഇസ്ലാം. അദ്ദേഹം ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാനായിട്ടുള്ള നിയമ നടപടികൾ ആരംഭം കുറിച്ചിരിക്കുകയാണ് അതിന്. അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ഈ എക്സ്ട്രഡിഷൻ ട്രീറ്റി ഉണ്ട്. അതായത് കുറ്റവാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനായിട്ടുള്ള പരസ്പരം കൈമാറാനൊക്കെയുള്ള ട്രീറ്റി അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം ഈ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാനായിട്ട് ഉള്ള നിയമ നടപടികൾ ഇപ്പോൾ മുഹമ്മദ് താജുൽ ഇസ്ലാം എന്ന് പറയുന്ന അവരുടെ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ അത് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ജനസൈഡ് അല്ലെങ്കിൽ വംശഹത്യ, പിന്നെ ക്രൈംസ് അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി, മനുഷ്യവംശത്തിനെതിരെയുള്ള അപരാധങ്ങൾ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റവാളികളുടെയൊക്കെ പേരിലാണ് ഇത് പറയാറ്. ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ് കൊണ്ടുപോയിടുക അങ്ങനെയൊക്കെയുള്ള അക്രമങ്ങൾ കാണിക്കുന്നതിനെ പറ്റിയാണ് പറയാറ്. പക്ഷേ ഇവരിപ്പോൾ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ടേംസാണിത്. ഇതിലും കൂടിയ ടേംസ് ഇല്ല. ഒന്ന് വംശഹത്യ, പിന്നെ മനുഷ്യവംശത്തിനെതിരെ ഉള്ള ആക്രമണം. ഇതാണ് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ വാക്കുകൾ. അതെടുത്തങ്ങ് പ്രയോഗിക്കുകയാണ്. അങ്ങനെയൊന്നും പറയാൻ മാത്രമുള്ള പ്രശ്നമുണ്ടെന്ന് തോന്നണില്ല. കാരണം അവർ അന്ന് അധികാരത്തിൽ 1972 ഇവരുടെ ഫാദർ മുജിബുർ റഹ്മാൻ വന്ന കാലം തൊട്ട് ഇവർ മാറി മാറിയൊക്കെ ഇടയ്ക്കൊക്കെ ആയാലും ബംഗ്ലാദേശ് ഭരിക്കുന്നവരാണ്. അവർ ആ ഒരു ട്രഡീഷനിൽ തന്നെ മുന്നോട്ട് പോരുകയും ചെയ്തു. പിന്നെ അവരൊരു സ്ട്രോങ് പ്രൈം മിനിസ്റ്റർ ആകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി എമർജൻസി കാലത്ത് സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അതേപോലെ ഒരു സ്ട്രോങ്, ഇപ്പോൾ മോഡി ആണെങ്കിലും സ്ട്രോങ് ആണ്. മോഡിയെ പറ്റി ഡിക്റ്റേറ്റർ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെയൊക്കെ വേണമെങ്കിൽ ഡിക്റ്റേറ്റർ എന്ന് പറയാം. അല്ലാത്ത എന്ത് നിലപാടാണ് ഇതിൽ സ്വീകരിക്കാൻ പറ്റുന്നത്? ഇന്ത്യ ഏതായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രശ്നം. അതേസമയം അവർക്ക് ഇവരെ വിട്ടുകിട്ടണം എന്നും താല്പര്യമുണ്ട്. പിന്നെ ഇവർ പറ്റുകയാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളുണ്ട്, സമാധാനം ഉണ്ടാകാനായിട്ട് അവർ അഭയം കൊടുത്ത് ചില നേതാക്കന്മാരെയൊക്കെ സ്വീകരിക്കാറുണ്ട്. അതവർ ഇപ്പോൾ പാകിസ്ഥാനിൽ പണ്ട് ഭുട്ടോയുടെ പ്രശ്നം വന്നപ്പോൾ ഭുട്ടോയെ വേണമെങ്കിൽ സൗദി അറേബ്യ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഭുട്ടോ ആ ക്ഷണം സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ സൗദി അറേബ്യ ഇദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് തയ്യാറായിരുന്നു, ഭുട്ടോയെ. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാനൊരു പോരാളിയാണെന്നൊക്കെ പറഞ്ഞു നിന്നു. പക്ഷേ സിയാഉൽ ഹക്ക് അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. അന്നും ഇതേപോലെ എന്തോ കൊലപാതകം നടത്തിയെന്നൊക്കെ പറഞ്ഞൊരു ആരോപണമൊക്കെ നടത്തിയിട്ടാണ് കൊന്നുകളഞ്ഞത്. അതേപോലെ നവാസ് ഷെരീഫിൻ്റെ പ്രശ്നം ഇതേപോലെ വന്നായിരുന്നു. അന്ന് മുഷറഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ സൗദി അറേബ്യ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഈ അറബ് വസന്തം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലത്തും സൗദി അറേബ്യ കുറേ മുസ്ലിം കൺട്രീസിലെ നേതാക്കന്മാർ ടുണീഷ്യയിൽ നിന്നൊക്കെയുള്ള അവിടെയാണ് ആദ്യം ആരംഭിച്ചത്. അപ്പോൾ അവിടുത്തെ ടുണീഷ്യയിലെ നേതാവ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടുത്തെ റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കാവുന്നത്ര സ്വർണം ഒരു ഫ്ലൈറ്റിൽ ആ വിമാനത്തിൽ കയറ്റി അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ വിമാനത്തിൽ കൊള്ളിക്കാവുന്നത്രയും സ്വർണം അവരുടെ സെൻട്രൽ ബാങ്ക്, അതായത് നമ്മുടെ റിസർവ് ബാങ്ക് പോലെയുള്ളത്, അവിടുന്ന് സ്വർണ്ണം എടുത്ത് ഈ പ്ലെയിനിൽ നിറച്ചിട്ട് അങ്ങേരുടെ ഫാമിലിയും കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. എന്നിട്ട് സൗദി അറേബ്യയിൽ പോയി. അപ്പോൾ സൗദി അറേബ്യ പ്രത്യേകിച്ച് മുസ്ലിം കൺട്രീസിൽ സമാധാനം നിലനിൽക്കാനായിട്ട് അവിടെ പ്രശ്നമുള്ള ആൾക്കാരെ അങ്ങോട്ട് സ്വീകരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ പക്ഷേ ഭുട്ടോ അത് സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ചില രാജ്യങ്ങൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സമാധാനം. അപ്പോൾ അങ്ങനെ വല്ലവരുമൊക്കെ മുൻകൈയെടുത്ത് കൊണ്ടുപോകണമെങ്കിൽ അത് ഇന്ത്യക്ക് എളുപ്പമാണ്. ഇപ്പോൾ ഇന്ത്യക്ക് അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ബംഗ്ലാദേശ് ഇന്ത്യയുടെ മുന്നിൽ ഒരു വെല്ലുവിളിയേ അല്ല. വെല്ലുവിളിയല്ല, പക്ഷേ ഈ ടെററിസവും മറ്റു കാര്യമൊക്കെ അവർക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ വേറൊരു വശം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ ആളാണ് മുഹമ്മദ് യൂനുസ്. ഇപ്പോൾ അദ്ദേഹം അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ ഇത് തമ്മിലൊരു പൊരുത്തക്കേടില്ലേ? സമാധാനത്തിനുള്ള ഇപ്പം ലോകവ്യാപകമായി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അത് ഒരു സമാധാനം കാക്ഷിക്കുന്ന ഒരു സംഘടനയല്ല. പക്ഷേ ഷെയ്ഖ് ഹസീന ഏകാധിപതിയല്ല എന്ന് മുഹമ്മദ് യൂനുസ് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുഹമ്മദ് യൂനുസ് ഏകാധിപതിയാണെന്ന് അവർ പറയും. അതാണ് അവരുടെയൊക്കെ നേച്ചർ. അപ്പോൾ മുഹമ്മദ് യൂനുസിന് ഒരു പരിധി കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഹസീനയ്ക്കെതിരെ നിൽക്കാതിരിക്കായിരുന്നില്ലേ? അല്ല, ഹസീനയ്ക്കെതിരെ നിൽക്കണതല്ല പ്രശ്നം. ഇപ്പോൾ ഇവിടെ ബഹളം മൂത്തു ഒരു ഇൻട്രിങ് ഗവൺമെൻറ് ഫോം ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആർമിയുടെയും അവിടുത്തെ ഈ ഇത് നയിച്ചിരുന്ന വിദ്യാർത്ഥികളുടെയും താല്പര്യപ്രകാരമാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ
യൂനുസ് പറയുന്നിടത്തൊക്കെ ഈ സ്റ്റുഡൻസ് നിൽക്കുക എന്നുള്ളതൊക്കെ അതിൽ സാറേ ഇപ്പോൾ അവിടുത്തെ ഒരു സാധാരണ പൊളിറ്റീഷ്യൻ പോലെ അല്ല, അദ്ദേഹം നോബൽ സമ്മാന ജേതാവാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഈ സമൂഹത്തോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? ആ സമൂഹത്തോട് കമ്മിറ്റ്മെന്റ്. അപ്പോൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുമ്പോൾ തന്നെ ഇതുണ്ടായിരുന്നു, അത് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് പോയി. അക്രമകാരികൾ വേറെയാണ്, ജമാഅത്തെ ഇസ്ലാമി ആക്രമണം ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്തെങ്കിലും ഇദ്ദേഹത്തിന് ഒന്ന് മാറി ചിന്തിക്കാമായിരുന്നില്ലേ? അല്ല, ഇദ്ദേഹത്തിന് എന്താ ചെയ്യാൻ പറ്റും? ഇദ്ദേഹത്തിന് ഇപ്പോൾ അവിടുത്തെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നില്ല, അവിടെ ഒരു ഇൻട്രിം ഗവൺമെൻറ് ഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പട്ടാളം ഏറ്റെടുക്കും, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവിടെ ഒരു എനർക്കി അല്ലെങ്കിൽ എന്താ പറയുക നിയമരാഹിത്യം അവിടെ നിലവിൽ വരും. അപ്പം അത് വേണ്ട, ആ രീതിയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരു പരിധിയിൽ കൂടുതലൊന്നും എക്സെർട്ട് ചെയ്യാനായിട്ട് പവർ അത് അസെർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. വിദ്യാർത്ഥികൾ പറയണ അവരുടെ താളത്തിനൊത്ത് ഡാൻസിങ് ഓൺ ദെയർ ഫിംഗർ ടിപ്സ് എന്ന് പറഞ്ഞ പോലെ അവർ പറയുന്നത് കേട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല, ഇതിലുപരി മുഹമ്മദ് യൂനുസും ഷെയ്ഖ് ഹസീനയും തമ്മിൽ വർഷങ്ങളായുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ മുഹമ്മദ് യൂനുസിനെതിരെ നിരവധി കേസുകൾ ഷെയ്ഖ് ഹസീന ജയിലിലും പോയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു ശത്രുത വെച്ചിട്ടായിരിക്കും മുഹമ്മദ് യൂനുസ് ഈ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, ശത്രുത ഉണ്ടാകുമായിരിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തോട് ഈ നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ സമ്മതിച്ചു. എന്നിട്ട് ഒരു കൺസെൻസസ് ഗവൺമെൻറ് പോലെ തൽക്കാലം പോകാനായിട്ട് വന്ന് നിൽക്കുന്നു എന്നുള്ളൂ. പക്ഷേ ഷെയ്ഖ് ഹസീനയോടുള്ള ശത്രുത തീർക്കാനൊന്നും ആണെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഹി ഹാസ് സോ മച്ച് ഓഫ് എക്സ്പോഷർ. ലോകം മുഴുവനും കണ്ടിട്ട ആളാണ്. അമേരിക്കയിലെ പ്രസിഡൻറ്റും സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് നല്ല റിലേഷൻഷിപ്പുള്ള ആളാണ്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ വളരെയധികം പരിചയമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ വെറുതെ അങ്ങനെ ശത്രുതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വരും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഈ സാഹചര്യം കുറേ കാലം മുമ്പ് അമേരിക്ക നേരിട്ടായിരുന്നു. കാരണം ഇറാനിലെ ഷാ അവിടെ അഭയം തേടി. ഇറാനിലെ ഷാ അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹം അഭയം തേടുമ്പോൾ പറ്റില്ല എന്ന് പറയാനായിട്ട് വിഷമമാണ്. അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ മട്ട് മാറി. ഇറാൻ അവരുടെ എംബസിയെ തന്നെ വളഞ്ഞു വെച്ചു, വിദ്യാർത്ഥികളെ കൂടി. ഇപ്പോൾ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ കളിക്കുന്ന പോലെ അന്ന് വിദ്യാർത്ഥികൾ കയറി ഈ എംബസിയിലുള്ള അവിടുത്തെ ഡിപ്ലോമാറ്റ്സിനെ തടഞ്ഞു വെച്ചു. അങ്ങനെ 444 ദിവസം ഇത് തുടർന്നു. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അമേരിക്കയ്ക്ക് പിന്നെ എന്തെങ്കിലും ഒരു പ്രാവശ്യം അവരൊരു അറ്റംപ്റ്റ് നടത്തി. ഇവരെ റാഞ്ചി കൊണ്ടുപോയി ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തി. പക്ഷേ കമാൻഡോ ഓപ്പറേഷൻ വാസ് അട്ടർ ഫെയിലിയർ. അത് അവർ പോയ ഹെലികോപ്റ്റർ ഇടയ്ക്ക് വെച്ച് തകർന്ന് വീഴ് 4 ആൾ മരിക്കുക, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇറാക്ക് വാറ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ ഇറാൻ ഇവരെ വിട്ടുകൊടുത്തത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ത്യക്കും ഒരു തലവേദനയാണ്. ഈ ഷെയ്ഖ് ഹസീനയോട് വരണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ഹെലികോപ്റ്ററിലിരിക്കുന്നു, ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും പോയി അവിടെ ഇറങ്ങണം. അവിടെ ഇറങ്ങുമ്പോൾ 19 തവണയാണെന്ന് തോന്നുന്നു അവർ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ കാലത്തിന്. പിന്നെ മറ്റൊരു കാര്യം, ഈ അമേരിക്ക വേറെ സാമ്പത്തികമായും സൈനികമായും വളരുന്ന രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാം മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇപ്പം മോദിജിയുടെ ഇതിൽ ഇന്ത്യ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായാലും സൈനികമായാലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ തകർക്കുക, ബംഗ്ലാദേശിലൂടെ ഇന്ത്യയെ തകർക്കുക എന്നുള്ള എന്തെങ്കിലും ഒരു ഉദ്ദേശം? ഇന്ത്യ അങ്ങനെ തകർക്കണം എന്നൊന്നും തകർക്കുക എന്നല്ല, ഒന്ന് ആ വളർച്ച മുരടിപ്പിക്കുക, ഉയരണ്ട ഇന്ത്യ അങ്ങനെ ഇപ്പോൾ ഉയരണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, നിഗൂഢമായ ഒരു പ്ലാൻ. പിന്നെ ഇന്ത്യ റഷ്യയുമായിട്ടാണ് താല്പര്യം കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ചില വിരോധം ഉണ്ടാവും. പക്ഷേ ഇത് അമേരിക്കയുടെ മാത്രം ഇടപെടൽ കൊണ്ടൊന്നും ഉണ്ടായിരിക്കുന്ന സംഭവമല്ല. ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഇറങ്ങി, വിദ്യാർത്ഥികൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ബംഗ്ലാദേശ് വാർ നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശിൻ്റെ നേതൃത്വത്തോടൊപ്പമായിരുന്നില്ല. അവർക്ക് അപ്പോഴും പാകിസ്ഥാനോടായിരുന്നു കൂറ്, ഇപ്പോഴും പാകിസ്ഥാനോടാണ് കൂറ്. അപ്പോൾ അതുകൊണ്ട് അവർ വിദ്യാർത്ഥികളോട് ചേർന്ന് ഷെയ്ഖ് ഹസീന കുറച്ച് സെക്യുലർ ഒരു നേച്ചർ കൊടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അതിൻ്റെ വിരോധമാണ്. പിന്നെ അവരൊരു ഡിക്റ്റേറ്റർ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ വാസ് എ ഡിക്റ്റേറ്റർ ടു ദി എക്സ്റ്റെൻറ്റ് ദറ്റ് ഇന്ദിരാഗാന്ധി വാസ് എ ഡിക്റ്റേറ്റർ ഓർ മോഡി ഈസ് എ ഡിക്റ്റേറ്റർ. ചിലർ മോഡി ഡിക്റ്റേറ്റർ എന്ന് പറയുന്നുണ്ടല്ലോ, ഇന്ദിരാഗാന്ധിയും പറയാറുണ്ടായിരുന്നു. അതേപോലെയൊക്കെയുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ളൂ. അല്ലെങ്കിൽ സദ്ദാം ഹുസൈനോ ഗദ്ദാഫിയോ ഹിറ്റ്ലറോ ഒന്നും പോലെയുള്ള അങ്ങനത്തെ ഡിക്റ്റേറ്റർ എന്ന് പറയാൻ പറ്റില്ല.
പിന്നെ ഡിക്റ്റേറ്റർ എതിരാളികൾ എല്ലാവരും ഡിക്റ്റേറ്റർ എന്ന് പറയും, അത്രേ ഉള്ളൂ. പിന്നെ അവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജനസൈഡ് അല്ലെങ്കിൽ വംശഹത്യ, പിന്നെ മനുഷ്യവംശത്തിനെതിരെ ഉള്ള ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി, അതൊക്കെയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റങ്ങളാണ്. അപ്പോൾ അവർ ചില കുട്ടികളോട് പരീക്ഷയിൽ എങ്ങനെയാണ് മാർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാനാണ് ഫസ്റ്റ് എന്ന് പറയുമല്ലോ, വെറുതെ അങ്ങ് പറഞ്ഞേക്കും. എല്ലാ വിഷയത്തിലും തോറ്റാലും പറയും ഞാൻ സബ്ജക്റ്റിലും ലാംഗ്വേജിലും മാത്രമേ തോറ്റിട്ടുള്ളൂ, ബാക്കി എല്ലാത്തിലും ഫസ്റ്റാണെന്ന് പറയുന്ന പോലെയാണ് ഇവർ ഏറ്റവും വലിയ ടൈം അങ്ങ് എടുത്ത് പ്രയോഗിക്കുകയാണ് ജനസൈഡ് അല്ലെങ്കിൽ വംശഹത്യ അല്ലെങ്കിൽ ക്രൈംസ് അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി. അല്ലാതെ അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. സ്റ്റുഡൻസ് ബഹളം ഉണ്ടാക്കി, അപ്പോൾ പോലീസ് അത് തടയാൻ ശ്രമിച്ചിട്ടുണ്ട്, പറ്റുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. പോലീസുകാർ അവിടെ നിന്ന് ഈ റോഡുകളിൽ നിന്നും വിട്ടുപോയി, ട്രാഫിക് പോലീസൊക്കെ ഓടിപ്പോയി, അവർക്ക് രക്ഷയില്ലാത്ത കണ്ടീഷൻ വന്നു. അപ്പോൾ അവർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ചൈനയിൽ വിദ്യാർത്ഥികൾ ബഹളം ഉണ്ടാക്കി അവിടെ ടിയനൻമെൻ സ്ക്വയറിൽ കൂടിക്കഴിഞ്ഞപ്പോൾ അവർ 7000 പേരെ കൊന്നു കളഞ്ഞു. അപ്പോൾ അവരെന്ത് പറയണം, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അവർ ഒരു അരാജകത്വം അനർക്കി സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ എന്തെങ്കിലും ചെയ്തത്. അതിൻ്റെ പേരിൽ ഇവരെ ഡിക്റ്റേറ്റർ എന്ന് പറയുന്നതും വംശഹത്യ എന്നൊക്കെ പറയണത് അതൊക്കെ കുറച്ച് നല്ല ടൈംസ് എടുത്ത് പ്രയോഗിക്കുന്നു, ജനശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതി കഴിഞ്ഞിട്ട് അതിലൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നു. പക്ഷേ ഹസീന അവിടെ നിന്ന് പോയതിന് ശേഷം അവിടെ നിരവധി ഹത്യ ഇതുപോലെ കൂട്ടമരണങ്ങളല്ലേ, കൂട്ടക്കൊലയല്ലേ നടന്നിട്ടുണ്ട്. കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. അവർ ഇഷ്ടംപോലെ കൊല്ലുന്നുണ്ട്. ന്യൂനപക്ഷത്തെ അവർ ക്രൂരമായി കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യും. ന്യൂനപക്ഷത്തിനെയൊക്കെ നന്നായിട്ട് കൊല്ലുന്നുണ്ട്. പിന്നെ ഇപ്പം മുഹമ്മദ് യൂനസിനൊക്കെ കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഒരു ഫ്രീ ഫോർ ഓൾ എന്നുള്ള കണ്ടീഷൻ വരുന്നില്ല, കുറച്ച് നിയന്ത്രണമുണ്ട്. പക്ഷേ എന്നാലും അവരുടെ ന്യൂനപക്ഷങ്ങളെ കൊലപാതകമൊന്നും അവിടെ വലിയ പുതുമയുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ ചില റിപ്പോർട്ടുകൾ കണ്ടിരുന്നു, ഈ ബംഗ്ലാദേശിലെ ഈ ന്യൂനപക്ഷത്തെ കൊലപാതകങ്ങൾ ഇവിടുത്തെ നാഷണൽ ലെവലിൽ ഈ എന്താണ് കുറച്ച് കൂട്ടി കാണിക്കുകയാണ് എന്ന് പറഞ്ഞു. നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ് പർവ്വതീകരിച്ച് കാണിക്കുന്നുണ്ട് എന്ന് ചില ആരോപണങ്ങൾ കേട്ടിരുന്നു. കേരളത്തിലെ ഒരു സംസാരം ഉണ്ടായിരുന്നു. കാരണം പൊതുവെ ആ ഒരു വിഷയത്തെക്കുറിച്ച് കേരളത്തിലുള്ള സാംസ്കാരിക നേതാക്കളോ അങ്ങനെ ആരും പ്രതികരിച്ച് കണ്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞത് പർവ്വതീകരിച്ച് കാണിക്കുകയാണ് അവിടുത്തെ ന്യൂനപക്ഷ പീഡനങ്ങളെ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ പർവ്വതീകരിക്കുന്നത്. കേരളത്തിൽ ഹിന്ദുക്കളെ കൊല്ലുന്നതിൽ പ്രത്യേകിച്ച് വിരോധമില്ലാത്തൊരു സ്റ്റേറ്റാണ് കേരളം. കേരളം എപ്പോഴെങ്കിലും ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ച് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കാശ്മീരിൽ നിന്ന് കാശ്മീരി പണ്ഡിറ്റ്സിനെ പുറത്താക്കി കേരളത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നു? അതേസമയം എന്തോ നോർത്ത് ഇന്ത്യയിൽ ബീഫിൻ്റെ പ്രശ്നം പറഞ്ഞ് ആരാണ്ട് കൊന്നെന്നും പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ നേരിട്ട് അവിടെ പോയി അവർക്ക് 10 ലക്ഷം ഓട്ടം കൊടുക്കുക, അങ്ങനത്തെയൊക്കെ സംഭവം. അപ്പോൾ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് വലിയ വിലയില്ല എന്നുള്ളതാണ് എൻ്റെ റീഡിങ്. ഇവിടുത്തെ നമ്മുടെ ഒരു രീതി അതാണ്. ഹിന്ദുക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാറില്ല കേരളത്തിൽ, അതൊരു സത്യമാണ്. ഒരു ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ആയിരിക്കാം അതൊരു മത്സരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരും സംസാരിക്കാറില്ല. കേരളത്തിലെ രീതി അതാണ്.